ഒന്ന് വേഗം ആവട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം തുണിയൊക്കെ അലക്കിയിടാൻ. എന്തെങ്കിലും ഒരു പണി തന്ന അതും വെച്ച് 2-3 മണിക്കൂർ തള്ളി നീക്കിക്കോളും. ഇങ്ങനെയൊരു മടിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സഞ്ജുവേട്ടന് ഞാൻ സമ്മതിച്ചു തന്നു. സഞ്ജുവേട്ടന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ആണായിരുന്നെങ്കിലേ ഇതിനോടകം പൊട്ടിത്തെറിച്ചേനെ. എനിക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ പോകാൻ വരെ സ്ഥലമില്ലാത്തതുകൊണ്ടാ. നമ്മുടെ കുഞ്ഞിനു വേണ്ടി ഇതാണ് എനിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല തീരുമാനം. സഞ്ജുവേട്ടാ, നമ്മൾ എത്ര കാലമെന്ന് വെച്ചാ ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നേ? സഞ്ജുവേട്ടനൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ഇവിടുന്ന് മാറാന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. സഞ്ജുവേട്ടന് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ഗോപാൽജി നമ്മളെ തിരിച്ചു വിളിക്കാന്നുള്ളതാണ്. അതിനിങ്ങനെ വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നാ പോരാ. ഗോപാൽജി ആയിട്ട് നമ്മളെ വിളിക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നമ്മൾ അദ്ദേഹത്തെ ചെന്ന് കാണണം. ആവശ്യം നമ്മുടെ ആണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡാഡി ചെന്ന് കണ്ട എന്നെ അപമാനിച്ച് പറഞ്ഞു വിടത്തേ ഉള്ളൂ. സഞ്ജുവേട്ടൻ എന്തിനാ അപമാനത്തെ പേടിക്കുന്നെ? ഇവിടെ എല്ലാ ദിവസവും അമ്മ സഞ്ജുവേട്ടനെ അപമാനിക്കുന്നില്ലേ? കണ്ടു നിൽക്കുന്ന എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന സഞ്ജുവേട്ടന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ അമ്മായിയമ്മയുടെ മുമ്പിൽ നാണം കെടുന്നതിലും അന്തസ്സല്ലേ സ്വന്തം അച്ഛന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത്. സഞ്ജുവേട്ടനെ അപമാനിക്കുന്നത് അമ്മ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. നമ്മുടെ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് ഗിരിയേട്ടനും അമ്മ ഇത് തുടർന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് സഞ്ജുവേട്ടൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ കുഞ്ഞ് അവന്റെ അച്ഛനെ ബഹുമാനിച്ച് വളരണമെന്നാ എന്റെ ആഗ്രഹം. സഞ്ജുവേട്ടൻ പിടിവാശി മാറ്റിവെച്ച് ഗോപാൽജിയെ നേരിട്ടൊന്ന് ചെന്ന് കാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്ക്. ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാവില്ലേ? നീ പറഞ്ഞാലും കാര്യമുണ്ട്. എത്രയെന്ന് വിചാരിച്ച ഈ വീട്ടിൽ അപമാനം സഹിച്ച് നിൽക്കുന്നത്? എത്രയൊക്കെ വാശി കാണിച്ചാലും ഡാഡിയുടെ ഉള്ളിന്റെ ഉള്ളില് എന്നെ തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എനിക്ക് പാറയായിട്ട് ശാലിനി അവിടെ ഉള്ളതാ പ്രശ്നം. ഞാൻ തിരിച്ച് വീട്ടിൽ കയറാൻ ശ്രമിക്കുന്നത് എന്തായാലും ശാലിനി തടയാൻ ശ്രമിക്കും. അവളുടെ ആ എതിർപ്പിനെ എങ്ങനെയെങ്കിലും മറികടന്നാ പിന്നെ വേറൊന്നും പേടിക്കണ്ട. സഞ്ജുവേട്ടൻ പണ്ടത്തെ പോലെ അല്ലെന്നും ഉത്തരവാദിത്വമുള്ള ഒരാളായെന്നും ഗോപാൽജിയെ ബോധിപ്പിച്ചാ മതി. ഈ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ ഒരു സാധാരണക്കാരനെ പോലെ എല്ലാ ജോലികളും ചെയ്ത് അനുഭവം കിട്ടിയെന്നും ജീവിതത്തിനെ കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാടുണ്ടായെന്നും പറഞ്ഞാ മതി. എന്നിട്ടും ഗോപാൽജി കുലുങ്ങിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് സെന്റി അടിച്ചാ മതി. എത്ര കണ്ണിച്ചോറില്ലാത്ത ആളാണെങ്കിലും സ്വന്തം പേരെക്കുട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോ മനസ്സലിയാതെ ഇരിക്കില്ല. എന്തായാലും അധികം വൈകാതെ ഞാൻ ഡാഡി ചെന്ന് കാണുന്നുണ്ട്. സവാള അരിഞ്ഞു കഴിഞ്ഞില്ലേടാ? ഈ തള്ളക്ക് എന്തിന്റെ കേടാ? എന്താ ചോദിച്ചു കേട്ടില്ലേ? കഴിയാറായി. കൊല്ലെടുത്ത് ഞാൻ തലയിടും.